അപ്പോൾ ഇന്ന് DC അനിമേറ്റഡ് യൂണിവേഴ്സിലെ ദ ഡെത്ത് ഓഫ് സൂപ്പർമാൻ എന്ന് പറയുന്ന ആനിമേറ്റഡ് മൂവിയാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇതിന് മുമ്പ് അക്വാമാൻ്റെ സ്റ്റോറി വരുന്നതും സൺ ഓഫ് ബാറ്റ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മൂവീസ് ഉണ്ട്. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ മെയിൻ സ്റ്റോറീസ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് അതിലേക്ക് പോകാം. അങ്ങനെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മെട്രോപോളിസിൽ 3 പേര് ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ഹൈടെക് സൂട്ട് ഇട്ടുകൊണ്ട് മേയറിനെ കടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ടൈമിലാണ് നമ്മുടെ സൂപ്പർമാൻ അങ്ങോട്ട് എൻട്രി ആവുന്നതും അവരെ 3 പേര് അടിച്ചിട്ടിട്ട് ആ മേയറിനെ രക്ഷിക്കുന്നതും. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ സൂപ്പർമാൻ ഒരുപാട് ഫേമസ് ആയി മാറാണ്. ആക്ച്വലി ഇതിന് മുമ്പ് ഫേമസ് ആണ്, കുറച്ചുകൂടി ഫേമസ് ആയി മാറാണ്. അങ്ങനെ ഈ മേയറിനെ കടത്താൻ വന്ന ഈ 3 പേര് സാധാരണയായിട്ടുള്ള മനുഷ്യരനെ ആയിരിക്കും, പക്ഷെ അവർ യൂസ് ചെയ്ത ആ ടെക്നോളജി ഒരു ഹൈടെക് ടെക്നോളജി ആയിരിക്കും. അങ്ങനെ സൂപ്പർമാൻ ആ ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സൂട്ടിൽ ഒരു പീസ് എടുത്തുകൊണ്ട് സ്റ്റാർ ലാബ്സിൽ ഡോക്ടർ സ്റ്റോണിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഡോക്ടർ സ്റ്റോൺ ആ ടെക്നോളജി അനലൈസ് ചെയ്തതിനു ശേഷം പറയാണ് ഈ ടെക്നോളജി ഈ വേൾഡത്തെ അല്ല, അപ്പോക്ലിപ്റ്റൻ എന്ന് പറയുന്ന ഒരു വേൾഡത്തെ ആണെന്ന് പറയാണ്. ഈ അപ്പോക്ലിപ്റ്റൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഏലിയൻ റേസ് ആണ്. കുറച്ചുകൂടി മനസ്സിലാവുന്ന പോലെ പറയുകയാണെങ്കിൽ ഡാർക്ക് സൈഡിന്റെ പടകളും ഈ അപ്പോക്ലിപ്റ്റൻസ് ആണ്. അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയ നമ്മുടെ സൂപ്പർമാൻ ആദ്യം തന്നെ ഡൗട്ട് അടിക്കുന്നത് ലെക്സ് ലൂഥറിനെയാണ്. കാരണം ഈ നാട്ടിൽ ഇത്രയും ബുദ്ധിപരമായിട്ടുള്ള തെണ്ടിത്തരം ചെയ്യണമെങ്കിൽ അത് ലെക്സ് ലൂഥറിനെ കൊണ്ടേ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൂപ്പർമാൻ ഡയറക്റ്റ് ആയിട്ട് ലെക്സ് ലൂഥറിനെ കാണാൻ വേണ്ടി പോവാണ്. ഈ സൂപ്പർമാന് ലെക്സ് ലൂഥറിന്റെ മേത്ത് സംശയം വരാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. കാരണം ഈ ലെക്സ് ലൂഥർ ഇതിന് മുമ്പ് ഒരുപാട് ഏലിയൻ ടെക്നോളജീസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് പവർഫുൾ വെപ്പൺസ് സൂട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർമാൻ ഡയറക്റ്റ് ആയിട്ട് ലെക്സ് ലൂഥറിന്റെ അടുത്ത് വന്നിട്ട് ഇതൊക്കെ നീയാണോ ചെയ്തതെന്ന് ചോദിക്കാണ്. ആ ടൈം നമ്മുടെ ലെക്സ് ലൂഥർ ഹൗസ് അറസ്റ്റിലായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റിസ് ലീഗ് വേഴ്സസ് ടീൻ ടൈറ്റൻസ് എന്ന് പറഞ്ഞൊരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റിൽ ലെക്സ് ലൂഥർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പുള്ളിനെ പിടിച്ച് ഹൗസ് അറസ്റ്റിൽ വെച്ചിട്ടുണ്ടാവും. അതാണ് സംഭവം. അങ്ങനെ നമ്മുടെ ലെക്സ് ലൂഥറും അത് പുള്ളിയല്ല ചെയ്തതെന്നും പറയാണ്. പക്ഷെ എന്നാലും സൂപ്പർമാൻ ഇപ്പോഴും ലെക്സ് ലൂഥറിന് ഒരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ സൂപ്പർമാൻ ലോയിസ് ലെയിന് ഒരു ഇന്റർവ്യൂ എടുക്കുകയാണ്. ആ ഇന്റർവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർമാൻ എങ്ങനെയാണ് എർത്തിലേക്ക് വന്നത്, എന്തുകൊണ്ടാണ് എർത്തിലേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഫുൾ ചരിത്രം പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂ. അങ്ങനെ ഈ ഇന്റർവ്യൂ ഒക്കെ തീർന്നതിന് ശേഷം നമ്മുടെ സൂപ്പർമാൻ തന്നെ ലോയിസ് ലൈനെ എടുത്തുകൊണ്ടുപോയിട്ട് ഡെയിലി പ്ലാനറ്റിൽ വിടുകയാണ്. അങ്ങനെ സൂപ്പർമാൻ ലോയിസ് ലൈൻ അവിടെ കൊണ്ടുവിട്ട അതേ ടൈമിൽ തന്നെ പുള്ളി പെട്ടെന്ന് തന്നെ പോയിട്ട് പുള്ളിയുടെ നോർമൽ ഫോമിൽ, അതായത് ക്ലാർക്കൻ്റ് ആയിട്ട് വരികയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് ഡെയിലി പ്ലാനറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഇവർ രണ്ടുപേരും ഇപ്പോൾ ലവേഴ്സും ആണ്. അങ്ങനെ ഇവർ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന അതേ ടൈമിൽ തന്നെ ഒരു ദിവസം നമ്മുടെ ലൂയിസ് ലൈന് നമ്മുടെ ക്ലാർക്കൻ്റിൻ്റെ അച്ഛനും അമ്മേനും കാണാമെന്ന് പറയാണ്. അങ്ങനെ ലൂയിസ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലാർക്കൻ്റും പുള്ളിയുടെ അച്ഛനെ ലോയിസിന് പരിചയപ്പെടുത്താണ്. പക്ഷെ അപ്പോഴും നമ്മുടെ ക്ലാർക്കൻ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുറ്റബോധമുണ്ട്. അതായത് പുള്ളി സൂപ്പർമാൻ ആയിട്ട് ആ കാര്യം ഇതുവരെ ലോയിസിനോട് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം. അങ്ങനെ ഇവൻ സ്വന്തം ഐഡന്റിറ്റി മറിച്ച് ഇവളെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ വിട്ടിട്ട് പോകുന്നൊക്കെ ഉള്ള ഒരു പേടിയിലാണ് നമ്മുടെ സൂപ്പർമാൻ ഉള്ളത്. അതിനൊക്കെ പുള്ളി എങ്ങനെയൊക്കെ ഓവർകം ചെയ്ത് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് സ്പേസ് ആണ്. അങ്ങനെ ആ സ്പേസിൽ ഒരു റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആസ്ട്രോനോട്ട് ഹാങ്ങും പുള്ളിയുടെ വൈഫ് ടെറിയും ചേർന്നിട്ട് എന്തോ ഒരു റിസർച്ചിലാണുള്ളത്. അങ്ങനെ ഇവർ ആ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ടൈം കല്ലിന്റെ ഭാഗങ്ങളൊക്കെ ഇവരുടെ സ്പേസ്ഷിപ്പിൽ ഇടിച്ചിട്ട് നമ്മുടെ ഹാങ് ഒഴികെയുള്ള ബാക്കി എല്ലാവരും മരിക്കുകയാണ്. നമ്മുടെ ഹാങ്കും അവനെ രക്ഷിക്കാൻ സൂപ്പർമാൻ വരുന്നുള്ള ഒരു പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ അവസാനം വരെ സൂപ്പർമാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആസ്ട്രോയിഡ് ഡയറക്റ്റായിട്ട് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ആരോ ഉള്ളതുപോലെ ഉണ്ട്. അങ്ങനെ ഡയറക്റ്റായിട്ട് ആ കല്ല് കടലിൽ ചെന്ന് വീഴാണ്. അങ്ങനെ ആ കല്ല് വീണത് കണ്ട നമ്മുടെ ലെക്സ് ലൂഥർ ഒരു ഷിപ്പ് അയച്ചിട്ട് അതെന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. അതായത് ഗവൺമെന്റിനാണ് പുള്ളി ഹൗസ് അറസ്റ്റിലുള്ളത്. പക്ഷെ നമ്മുടെ ലെക്സ് ലൂഥർ വേറെ മാർവേഷത്തിലൊക്കെ വന്നിട്ട് പുള്ളിയുടെ പുറത്തിറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ പുള്ളി ആ കല്ല് വീണ സ്ഥലത്തേക്ക് ഒരു സബ്മറൈൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോലും അതേ ടൈമിൽ തന്നെ അറ്റ്ലാന്റിയൻസ് ഇതെന്താണെന്ന് വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ഇവർ 2 കൂട്ടർ അവിടെ നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കാണ്. ഓട്ടനെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു വലിയ ജൈൻറ്റ് പോലത്തെ ഒരു സാധനം വന്നിട്ട് അവിടെയുള്ള അറ്റ്ലാന്റിയൻസിനും അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്ന ആ സബ്മറൈനിലുള്ള ഹ്യൂമൻസിനും എല്ലാവരും തല പൊട്ടിച്ചങ്ങ് കൊല്ലുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ലെക്സ് ലൂഥറും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ജൈൻറ്റ് അവിടെ ഉള്ളവരെ ഒക്കെ കൊന്നിട്ട് ഡയറക്റ്റായിട്ട് ഇപ്പോൾ സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ജയന്റ് സിറ്റിയിലേക്ക് വരുമ്പോൾ തന്നെ കൺമുമ്പിൽ കാണുന്ന എല്ലാവരും കൊന്നോണ്ടാണ് വരുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു വലിയ ജയന്റ് സിറ്റിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരുപാട് പേരെ കൊല്ലുന്നൊക്കെ നമ്മുടെ ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സ് അറിയാണ്. അങ്ങനെ എല്ലാ ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സും ഈ ജയന്റിനെ തടയാൻ വേണ്ടി വരികയാണ്. പക്ഷെ ആ വരുന്ന എല്ലാ മെമ്പേഴ്സും, അതായത് നമ്മുടെ ഫ്ലാഷ്, ബാറ്റ്മാൻ, ഹാൽ ജോർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ മെമ്പേഴ്സും വന്ന് അടിക്കുക തോക്കാന്നല്ലാണ്ട് അവർക്ക് ആർക്കും ആ ജയന്റിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ബാറ്റ്മാൻ പുള്ളിയുടെ കയ്യിലുള്ള ബോംബ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ജയന്റിന്റെ ഷൂട്ട് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സൂപ്പർമാൻ പുള്ളിയുടെ മനസ്സിലുള്ള ആ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ലോയിസുമായിട്ട് ചേർന്നിട്ട് ലഞ്ചിന് വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ നമ്മുടെ ക്ലാർക്കൻ്റ് പുള്ളിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ലൂയിസ് ലൈനോട് പറയാണ്. അതായത് പുള്ളിയാണ് സൂപ്പർമാൻ എന്നുള്ള കാര്യം. അങ്ങനെ ഇത് കേട്ടതും നമ്മുടെ ലോയിസ് ലൈൻ ഓഫ്കോഴ്സ് വിശ്വസിക്കൂല. അപ്പം തന്നെ ക്ലാർക്കൻ്റ് പുള്ളിയുടെ കണ്ണാടി ഊരിട്ട് നീ ശ്രദ്ധിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാന്ന് പറയാണ്. അങ്ങനെ അത് കണ്ടതും നമ്മുടെ ലൂയിസ് ലൈന് ഷോക്കാവാണ്.
കാരണം സ്വന്തം കാമുക ഒരു ഏലിയനാന്ന് പറഞ്ഞാൽ ആരാ ഷോക്കാവാത്തത്. പിന്നെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ലൂയിസ് ലെയിൻ ഒരു കാർഡ് എഴുതി വെച്ചിട്ടാണ് നമ്മുടെ സൂപ്പർമാൻ പോണത്. അങ്ങനെ സൂപ്പർമാൻ അവിടെ എത്തുന്നവരെ അവിടെ സിംഗിൾ മണ്ണെ ഏതാണ്ട് അടിച്ച് കൊല്ലാറാക്കാണ്. അങ്ങനെ ഡൂംസ്ഡേ വണ്ടർ വുമനെ കൊല്ലാൻ പോകുന്ന അതേ ടൈമിൽ തന്നെ ജസ്റ്റ് മിസ്സിന് വന്നിട്ട് സൂപ്പർമാൻ ഡൂംസ്ഡേനെ അടിച്ച് വണ്ടർ വുമനെ രക്ഷിക്കുകയാണ്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്റുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫൈറ്റാണ് ഈ ഫൈറ്റ്. അതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊന്നും പറയുന്നില്ല, ജസ്റ്റ് കഥ മാത്രം പറഞ്ഞുവാണ്. നിങ്ങൾക്ക് ഈ ഫൈറ്റ് കാണുന്നുണ്ടെങ്കിൽ പടം ഡൗൺലോഡ് ചെയ്യുക. ഇത് ഞാൻ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അങ്ങനെ ഡൂംസ്ഡേ ആയിട്ടുള്ള ഈ ഫൈറ്റിൽ നമ്മുടെ സൂപ്പർമാൻ്റെ ഡ്രസ്സൊക്കെ കീറി മുഖത്തു നിന്നൊക്കെ ചോര വന്ന് പൊളി ഏതാണ്ട് അവശനായിരിക്കുകയാണ്. വിട്ടുകൊടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പോരാടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ കൊല്ലാൻ വരികയാണ്. അങ്ങനെ ആ ടൈമിൽ തന്നെ നമ്മുടെ ലൂയിസ് ലെയിൻ അങ്ങോട്ട് വന്നിട്ട് ഒരു കല്ലെടുത്തിട്ട് ഡൂംസ്ഡേൻ്റെ മോന്തക്കിട്ട് ഒരു ഏറ് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് കണ്ട് ട്രിഗറായ നമ്മുടെ ഡൂംസ്ഡേ ലൂയിസ് ലെയിനെ കൊല്ലാൻ വരുന്നത് കണ്ടത് സൂപ്പർമാൻ എഴുന്നേറ്റ് പുള്ളിയുടെ ഫുൾ ഫോഴ്സിൽ വന്നിട്ട് പുള്ളിയുടെ രണ്ട് കൊണ്ടത് ഡൂംസ്ഡേയുടെ തല തിരിഞ്ഞൊടിഞ്ഞ് മരിക്കുകയാണ്. പക്ഷെ ആ ഡൂംസ്ഡേ മരിക്കുന്നതിന് മുമ്പേ മാനെ കൊത്തി കൊന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൂപ്പർമാൻ ദ സിംബൽ ഓഫ് ഹോപ്പ് ഇപ്പം മരിച്ചിരിക്കുകയാണ്. അങ്ങനെ ആവച്ചോണ്ടിരുന്നത്. അങ്ങനെ സൂപ്പർമാൻ്റെ മരണത്തിന് ശേഷം വൈറ്റ് ഹൗസിന് മുമ്പിൽ വെച്ചിട്ട് തന്നെ ഹീറോസും ജനങ്ങളൊക്കെ വന്നിട്ട് സൂപ്പർമാന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അങ്ങനെ അവിടെ ഈ പടം തീരുകയാണ്. അങ്ങനെ ഇതിനുശേഷം ഈ പടത്തിൽ 3-4 പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. ആദ്യമായിട്ട് ഒരു പടത്തിൽ ഞാൻ ഇത്രയും പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് കാണുന്നത്. അങ്ങനെ ഫസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൂംസ്ഡേയുടെ മരണത്തിന് ശേഷം ലെക്സ് ലൂഥർ ഡൂംസ്ഡേയുടെ ആ ബോഡി യൂസ് ചെയ്തിട്ട് ഒരുപാട് റിസർച്ച് ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ ആ ലാബിൽ തന്നെയാണ് നമ്മുടെ സൂപ്പർമാൻ ഈ ഭൂമിയിലേക്ക് വന്ന് വീണ ആ പോഡൊക്കെ ഉള്ളത്. അങ്ങനെ ഇവരാരും ആക്ടിവേറ്റ് ചെയ്യാതെ തന്നെ സൂപ്പർമാൻ്റെ ആ പോഡ് താനെ അവിടുന്ന് പറന്നു പോകാൻ തുടങ്ങാണ്. അങ്ങനെ അതിനുശേഷം ജിമ്മി ഓൾസൺ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ സൂപ്പർമാൻ്റെ ബോഡി അടക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് സൂപ്പർമാൻ്റെ ബോഡി ഇപ്പം കാണാനില്ല. അങ്ങനെ എല്ലാവരും മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സൂപ്പർമാൻ അവിടുന്ന് പറന്നു പോകുന്നത് കാണുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ വേറൊരു സ്ഥലത്ത് ഒരാൾ ഒരു ഇരുമ്പ് സൂപ്പർമാൻ്റെ സിമ്പിൾ റെഡിയാക്കുന്ന പോലെ കാണിക്കുന്നുണ്ടാവും. അങ്ങനെ അതിനുശേഷം പിന്നെ എഴുന്നേറ്റ് നമ്മുടെ സൂപ്പർമാൻ ഒരു മഞ്ഞ് നിറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഒരു വലിയ കിങ്ഡം തന്നെ എഴുന്നേൽക്കുന്ന പോലെ കാണിക്കുന്നുണ്ടാവും. പിന്നെ അവസാനമായിട്ട് സ്പേസിൽ സൂപ്പർമാനും സൈബോർഗും ചേർന്ന പോലെ ഒരാൾ പറന്നു വരുന്ന പോലെ കാണിക്കുകയാണ്. അങ്ങനെ അതോടെ ഈ മൊത്തം പടവും തീർക്കുകയാണ്. അങ്ങനെ ഇതിന്റെ ബാക്കി നമുക്ക് ദ റെയിൻ ഓഫ് സൂപ്പർമാൻ എന്ന് പറഞ്ഞതിൽ കാണാം. ഓക്കെ, ബൈ.